ഇതാവനെ പിടിച്ചോ പിടിച്ചോ. ആ കിട്ടി കിട്ടി. ഓ ഇതായിരുന്ന ഞാനിത് കണ്ട് വലിച്ചെറിഞ്ഞതാടാ മോനെ. നീ ഇതൊന്ന് നോക്കി. പോരട്ടെ പോരട്ടെ. 79 85 90. അയ്യേ ഇതായിരുന്ന ചവറ്. പുതിയതൊന്നും ഇല്ലേടാ. ഇതിനെക്കാട്ടി നന്നായി കിട്ടണമെങ്കിലേ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. എന്നിട്ട് എന്തായി? അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളി. അടി കൊണ്ട് എന്റെ കളസം കീഴി. സംഗതി റിസ്ക് ആണെങ്കിലും രസല്ലടാ. എന്ത് തല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്ന ഞങ്ങളാ ജംഗ്ഷനിലൊക്കെ നോക്കി. ഞങ്ങളുള്ളടത്ത് നോക്കണ്ടേ? എന്താടാ മോനെ നിന്റെ ആ പൊട്ട മൊബൈലൊക്കെ മാറ്റി. ഒരാഴ്ച പട്ടിണി ഇടുന്ന എന്താ? അമ്മ നല്ല അടിപൊളി മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലേ? പിള്ളേരായ ഇങ്ങനെ വേണം. എവിടെ നോക്കട്ടെ. ഇനിയല്ലേ ഇവന്മാര് വിലസാൻ പോണത്. വാട പിള്ളേരെ ഇങ്ങോട്ട് വന്നിരിക്കും. എന്ത് പരിപാടിയാണ്? ഞാൻ ആരും കിട്ടുന്നുള്ള ഉറപ്പുണ്ടാവും. നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം. വാ. പപ്പൻ ചേട്ടാ, പപ്പൻ ചേട്ടാ, ഓ പപ്പൻ ചേട്ടാ,
അപ്പഞ്ചേട്ട് നേരം എടുത്തില്ലേ? വാ ഇവിടെ നോക്കാം. ഇങ്ങക്ക് കിടക്കാനുള്ള സ്ഥലം വീട്ടിൽ പോയി കിടന്നൂടെ? വെള്ളമടിച്ച വീട്ടിൽ കയറുന്ന പപ്പഞ്ചേട്ടന്റെ ഭാര്യയുടെ ഓർഡർ. പണ്ടൊക്കെ ഇടയ്ക്ക് വെള്ളം അടിച്ചിരുന്ന അങ്ങേര് ഇപ്പൊ വെള്ളമടി സ്ഥിരം നോക്കി കിടപ്പ് ഇവിടെയും അപ്പൊ പിന്നെ ഭാര്യ പേടിക്കാതെ കിടക്കാല്ല. ഇവിടെയും കാണില്ല. നമുക്ക് ഇങ്ങനെ പൊക്കിയാലാ. ൂത്രൊപ്പിക്കാട്ടാ. എന്നെ തല്ലല്ലടിയേ. ഇയാളെ പൊക്കി മാറ്റിയല്ല നമുക്ക്. അയ്യോ സാറേ, തല്ല സാറേ, ഞാൻ കിടക്കാൻ വന്നേ, ഞാനൊരു പാവോട് സാറേ. ഓ, നിങ്ങളായിരുന്നാ? സാധാരണ പോലീസുകാരെന്നെ വിളിച്ചു. എന്താ എന്റെ ഭാര്യ അങ്ങനെ വരുന്നുണ്ടോ? പപ്പഞ്ചേട്ടൻ എണീറ്റേ, ഞങ്ങൾക്കൊരു സാധനം നോക്കാനാ. ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ഭാര്യയെ പേടിച്ച് ഭാരതപ്പുഴ ചാടിയപ്പോ ഭാരതിമാരുടെ ഭരതനാട്യ കാലുവേദന. ഓ, എന്തൊരു പല്ല് വേദന. ഓ, എന്തൊരു ഉഷ്ണം. എടാ പിള്ളേരെ, കാശ് വല്ലതും ഇരിക്കണോടാ കയ്യില്? ചായ കുടിക്കാനായിക്കോളാം. പോയാ ചേട്ടാ. മുണ്ടേത് വിട്ടേ പിള്ളേരെ. എന്താണ് എന്താണ് വീട്ടിൽ മോനെ നോക്കിയടാ മോനെ. ഇത് ഫോണിലിട്ടാലേ പാട്ട് കേൾക്കാം, ചില നല്ല നല്ല സിനിമകൾ പടങ്ങളും കാണാം. പിന്നെ കൊണ്ട് ക്യാമറ പിടിച്ചു കഴിഞ്ഞ വേറെ പലതും കാണാം. ചേട്ടന് മൊബൈലില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മാടമ്പ്യാൻ എനിക്കൊരു മൊബൈല് തന്നതാ. ഹലോ ഹലോ, ആ നമ്മുടെ പണിക്കൊന്നും പറ്റിയതല്ല മോനെ. അല്ല, എനിക്കൊരു സിനിമ കാണിച്ചിട്ടോടാ. ചേട്ടന് അതിനുള്ള പ്രായമായിട്ടില്ല ഏട്ടാ. പ്രായമാകുമ്പേ ഞങ്ങള് പറയാം. ഹലോ അമ്മേ, ഞാൻ സാജുവിന്റെ വീട്ടിലുണ്ട്. നോട്ട്ബുക്ക് വാങ്ങാൻ വന്നതാ. കാപ്പി ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഞാൻ സമയത്ത് പോയിക്കോളാം. ശരി അമ്മേ. ഈ അമ്മയുടെ ഒരു കാര്യം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഇതാടാ ഞാൻ ഫോട്ടോസ് കണ്ടേ. പൊന്നു മോനെ സൂക്ഷിച്ച്, ഒരാഴ്ച പട്ടിണി നാടകം കളിച്ച് കിട്ടിയ സാധനം. ഇതാടാ രണ്ടുപേരും കൂടി. നിങ്ങളിപ്പോ ട്യൂഷൻ ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ. ട്യൂഷന് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. ഓ, യുവന്മാരായിട്ടാണോ കൂട്ട്? അപ്പോൾ വലിയ തെറ്റുണ്ടാവാൻ വഴിയില്ല. അല്ല, ഇതാരാ ആൽബി സാറോ? എന്താടാ നീ പറഞ്ഞത്? പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞ. ഒരു സാറ് വന്നിരിക്കും.
നിന്റെയൊക്കെ ജോലി എന്താന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പിള്ളേരെ കൂടി ചീത്താക്കരുത്. ഓ ഉത്തരവ് വരവ് വെച്ചിരിക്കുന്നു. സാറ് പോയാട്ടെ. ഓടെ ഒരു സാറ് വന്നിരിക്കുന്നു. അവൻ മുഴുവനെങ്കിൽ അപ്പനോട് വയ്ക്കണം. മണ്ണുണ്ണി നീ വീട്ടിൽ പോയി പറയാവോ? 2 മാസം ട്യൂഷൻ ഫീസ് എടുത്താ മെമ്മറി കാർഡ് വാങ്ങിച്ചിരുന്നു. അത്രയും ധൈര്യം അവനുണ്ടായിരുന്നെങ്കിലേ അവൻ എന്നെ നന്നായനെ. നിങ്ങൾ വാ, എന്തായി കാര്യങ്ങൾ? ഞങ്ങള് മൊബൈലിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ആണ് കേട്ടി തരാം. ഞങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ചെയ്തു തരണം. അതെന്ത് കാര്യം? അതൊക്കെ പറയാം. നിങ്ങൾ വാ. ആരെങ്കിലും കണ്ട കുഴപ്പമാവൂലേ? ഞങ്ങളിത് എത്ര ചെയ്തേക്കും? ആര് നിങ്ങളൊക്കെ പിള്ളേരല്ലേ, അപ്പൊ കേറുമ്പോഴേ വല്ല കിളിയുടെ പടം എടുക്കാന്ന് പറഞ്ഞാൽ മതി. ബാത്റൂമില് കിളിയുടെ പടം. അതൊന്നും അല്ല. ഒന്നും കുഴപ്പമില്ല. ആൺകുട്ടിയല്ലേ, ചെയ്യണം നീ ധൈര്യമായിട്ട്. ശരി വാടാ, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ നോക്കാം. ഓക്കെ. ഇവന്മാരെ നമുക്ക് ഒറ്റയ്ക്ക് പിടിക്കണം. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താ നിന്റെ പരിപാടി? ഇനി നീ കണ്ടോ, ഇവരെ വെച്ച് നമ്മളൊരു കളി കളിക്കും. ചില കാണാത്ത കാഴ്ചകൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാം നീ എനിക്ക് തരണം, ഒറ്റയ്ക്ക് തിന്നു കളയരുത്. നിന്നെ ഞാൻ മറക്കൂടാ, നീയല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്തായാലും പരിപാടി ഒന്ന് പറയണ്ട ചെക്ക, ഒന്ന് നിർത്തണ പിള്ളേരെ. നമ്മുടെ അമ്മ അവിടെ ഇരിക്കപ്പുറത്തെ തന്നില്ല. ഡാം പൊട്ടാൻ പോണല്ലോ കൊച്ച, ഡാം പൊട്ടാൻ പോണല്ലോ കൊച്ച എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. നമ്മുടെ മുല്ലപ്പെരിയാറേ, എന്നാ പിന്നെ നമ്മുടെ 3 ഉണ്ട്, ഏട്ടന്റെ 2 ഉണ്ട്, പെങ്ങളുടെ 3 ഉണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോ വണ്ടിയെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമ്മുടെ തൃശ്ശൂര് പേരപ്പന്റെ വീട്ടിൽ കൊണ്ടാക്കിയാലോന്ന് ഞാൻ വിചാരിച്ചു. ഡാമായിട്ട് പൊട്ടിയാല് ഡാമേറ്റ് പൊട്ടുമല്ലോ കൊച്ചാ. ഇതൊന്നും പറഞ്ഞേക്കാൻ എനിക്കിപ്പോ നേരില്ല. എനിക്ക് പോയി ഇവരെ കൊണ്ട് ആക്കിട്ട് വേണം അമ്മയും അപ്പനെയും കൂട്ടിയിട്ട് കുറച്ച് സാധനങ്ങളായിട്ട് അങ്ങോട്ട് പോവാൻ. എന്നാ പോട്ടെ ചെക്ക. പപ്പൻ ചേട്ടനാ? എന്തൊക്കെയുണ്ട് പോലെ പരിപാടി? നവീനൊന്ന് കാണണം. പപ്പൻ ചേട്ടൻ എവിടെയാ പണി? തെങ്ങേറ്റക്കാരെല്ലാം ഒളിവിലായതുകൊണ്ട് പപ്പഞ്ചേട്ടന് കൈനിറ പണിയാ മോനെ. അതിന് വെളിവും കൂടി വേണ്ട ഏട്ടാ. അതാ മോനെ ചേട്ടന്റെ സങ്കടം. അള്ളു പിടിച്ചാ പിന്നെ തെങ്ങേറാൻ പറ്റത്തില്ലടാ. എന്നാ ചേട്ടൻ വെളിവെള്ളപ്പോ പോയി കേറി. ആ ശരിയാടാ മോനെ. ഇവിടെ ആരുമില്ലേ? ഇവനെ എവിടെ പോയി കിടക്കണമെന്നാവും. ചേട്ടാ
അവനല്ല ഇവനാണ് നല്ലത്. ആരെ നിക്കടാ, നീ അവനെ വിടറാ. പപ്പൻ ചേട്ടൻ വിവരമില്ലാത്തവനും മണ്ടനുമാ. പക്ഷേ ഒന്നറിയാം, ഇവനെ പോലുള്ള നാടുകളെ കൂട്ടത്തിൽ കൂട്ടരുതെന്ന്. ഇവൻ നിങ്ങളെ വഴിതെറ്റിക്കും. കൂട്ട് നല്ലതാ, നിങ്ങൾ കൂട്ടുകാരാ. പക്ഷെ ഇവനെ പോലുള്ളവരെ ഇവിടുന്ന് പുറത്താക്കിയെങ്കിലേ നിങ്ങൾ സുഹൃത്ബന്ധം നിലനിൽക്കുള്ളൂ, സ്നേഹം ഉണ്ടാവുള്ളൂ. ഓടാ, നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുത്. മോനെ, എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇവൻ തെറ്റുകാരനല്ല, പക്ഷേ ഇവനാണ് അവനെ വഴിതെറ്റിച്ചത്. നിങ്ങളുടെ കൂട്ട് എന്നും നിലനിൽക്കണം. നീ എന്നോട് ക്ഷമിക്കണോടാ, എനിക്കത് പറ്റിപ്പോയതാടാ. പോട്ടടാ, എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടടാ.